എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥികളും അഭിഭാഷകരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഇരു കൂട്ടർക്കുമെതിരെ കേസെടുത്ത് പോലീസ്. സംഘർഷത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളും അഭിഭാഷകരും ചികിത്സയിലാണ്. അഭിഭാഷകർക്കെതിരെ മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ പരാതി നൽകി. ഇന്നു പുലർച്ചെ ജില്ലാ കോടതി വളപ്പിലും മഹാരാജാസ് കോളേജ് വളപ്പിലുമായാണ് ഇരു വിഭാഗങ്ങളും ഏറ്റുമുട്ടിയത്. ജില്ലാ കോടതിയിലെ ബാർ അസോസിയേഷന്റെ പരിപാടിയുടെ പിന്നാലെയായിരുന്നു സംഘർഷം. ഇരു കൂട്ടരും നൽകിയ പരാതികളിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അഭിഭാഷകരുടെ പരാതിയിൽ കണ്ടാലറിയാവുന്ന 10 വിദ്യാർത്ഥികൾക്കെതിരെയും വിദ്യാർത്ഥികളുടെ പരാതിയിൽ അഭിഭാഷകർക്കെതിരെയുമാണ് കേസ്. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും കേസെടുത്തിട്ടുണ്ട്. SFI പ്രവർത്തകർ അനാവശ്യമായി സംഘർഷമുണ്ടാക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. CPM സ്പോൺസർ ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനയായ SFI കേരളത്തിലൊരു സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമായി മാറുകയാണ്. CPM നേതൃത്വം ഇടപെട്ട് അതിനെ പിരിച്ചുവിടണം. ഈ എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികളുടെയും പുറകിൽ ഈ വിദ്യാർത്ഥി സംഘടന ഇവരെ കയറൂരി വിട്ടിരിക്കുകയാണ്. ഇന്നുച്ചയോടെ അഭിഭാഷകരും വിദ്യാർത്ഥികളും തമ്മിൽ വീണ്ടും സംഘർഷമുണ്ടായി. കോടതി വളപ്പിൽ നിന്ന് അഭിഭാഷകർ ബിയർ ബോട്ടിലും കല്ലും കോളേജിലേക്ക് വലിച്ചെറിയുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് അവരവരുടെ ക്ലാസ് മുറികളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും നേർക്കാണ് ഈ പറയുന്ന ബിയർ ബോട്ടിലുകളും മാരകായുധങ്ങളും വലിച്ചെറിയുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയാണ് ഈ കോടതിയുടെ കോമ്പൗണ്ടിനുള്ളിൽ അത്രയും ബിയർ ബോട്ടിലുകൾ ഇപ്പോൾ ഈ നിമിഷം ഇന്നലെ അവർ കുടിച്ചു തീർത്ത മദ്യക്കുപ്പികളാണ് ഇന്നവർ വലിച്ചെറിയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അത്രമാത്രം ഇന്നലെ മദ്യപിച്ച് മതോമത്തരായിക്കൊണ്ടാണ് ഇന്നലെ ഇവിടെ ആക്രമണം അഴിച്ചു വിട്ടിട്ടുള്ളത്. വിദ്യാർത്ഥികളാണ് വീണ്ടും പ്രകോപനം സൃഷ്ടിച്ചതെന്ന് അഭിഭാഷകർ ആരോപിച്ചു. ഇവര് ഇവിടെ വന്ന് വനിതാ അഭിഭാഷകരോട് മോശമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആ ഒരു ഈ DJ നടക്കുന്ന സമയത്ത് ഇവരുടെ ബോഡി ലാംഗ്വേജ്, ഇവരുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ അറിയാം they were not എന്താ പറഞ്ഞ ഒരു പ്രോപ്പർ ഇതിലായിരുന്നില്ല. സംഘർഷത്തിന് പിന്നാലെ SFIയും ബാർ അസോസിയേഷൻ അംഗങ്ങളും പ്രതിഷേധിച്ചു. 24 കൊച്ചി.